Hello everyone, welcome to Triple Technical class. അപ്പോൾ ഇന്ന് നമ്മുടെ ഇലക്ട്രിക്കൽ മെഷർമെൻറ്റ്സിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സാണ്. അപ്പം നമുക്ക് ക്ലാസ് തുടങ്ങാം. പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ്സ്, അതിൽ പഠിച്ചത് ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ്, റെക്കോർഡിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് ആൻഡ് ഇൻറ്റിഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ്. ഈ മൂന്നെണ്ണം നോക്കിയായിരുന്നു. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന എസെൻഷ്യൽ റിക്വയർമെൻറ്റ്സ് ഓഫ് ആൻ ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ്. മെയിനായിട്ട് ഇന്ന് ഫോക്കസ് ചെയ്യുന്ന ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റിൻ്റെ വർക്കിംഗ് ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഫങ്ഷൻ എങ്ങനെ. അതിലൊരു കാലിബ്രേറ്റഡ് സ്കെയിൽ കാണും, അതുപോലെ തന്നെ ഒരു പോയിൻ്റർ കാണും. പിന്നെ ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റിൻ്റെ റീഡിങ് എങ്ങനെ കാണിക്കുന്നത്, നമ്മൾ അത് സർക്യൂട്ടിൽ കണക്ട് ചെയ്താൽ ആ ഇൻസ്റ്റൻറ്റിൽ തന്നെ അതിൻ്റെ എക്സാക്റ്റ് റീഡിങ് കാണിക്കും. സപ്പോസ് ഇപ്പോൾ നമ്മൾ ഒരു അമ്മീറ്റർ എടുത്ത് ഒരു സർക്യൂട്ടിൽ കണക്ട് ചെയ്ത് ഇപ്പോൾ നമ്മൾ സപ്ലൈ ഓൺ ചെയ്താൽ ആ ഇൻസ്റ്റൻറ്റിൽ തന്നെ ആ സർക്യൂട്ടിൽ കൂടെ എത്ര കറണ്ട് ഫ്ലോ ആകുന്നു അത് ആ ഇൻസ്റ്റൻറ്റിൽ തന്നെ അത് കാണിക്കും. ഇപ്പം സപ്ലൈ നമ്മൾ ഓഫ് ചെയ്താൽ ആ ഇൻസ്റ്റൻറ്റിൽ തന്നെ അതിൻ്റെ റീഡിങ് അങ്ങ് സീറോയിലോട്ട് പോകും. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പോയിൻ്ററും ഉണ്ട്, അതുപോലെ തന്നെ ഒരു കാലിബ്രേറ്റഡ് സ്കെയിലുണ്ട്. അപ്പോൾ അത് എങ്ങനെ മൂവ് ചെയ്യുന്നു, ഇപ്പോൾ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ടോർക്ക് വേണം, അതുപോലെ തന്നെ ഒരിടത്ത് വന്നിട്ട് ആ ഇൻഡിക്കേഷൻ സ്റ്റോപ്പ് ആവണം, അതുപോലെ തന്നെ എത്ര ആംബിയർ ഉണ്ട് അല്ലെങ്കിൽ എത്ര കാരണം നമ്മൾ ഏത് ക്വാണ്ടിറ്റിയാണെന്ന് മെഷർ ചെയ്യുന്നത് അതിൻ്റെ എക്സാക്റ്റ് വാല്യൂ ആണെന്ന്. അപ്പോൾ അതിൻ്റെ കുറേ ബേസിക് പ്രിൻസിപ്പൾസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്നത് ഇതൊരു വോൾട്ട് മീറ്ററാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇതാ ഇതിൻ്റെ പോയിൻ്റർ, പിന്നെ ഇതിൻ്റെ കാലിബ്രേറ്റഡ് സ്കെയിൽ. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ കാണിച്ചിരിക്കുന്ന പോയിൻ്റർ നമ്മളിപ്പം വോൾട്ടേജ് മെഷർ ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ റെസിസ്റ്റൻസിൻ്റെ അക്രോസ് ആയിട്ട് ഇപ്പം വോൾട്ടേജ് മെഷർ ചെയ്യണമെങ്കിൽ അതിൻ്റെ പാരലായിട്ട് ഇത് കണക്ട് ചെയ്യും. എന്നിട്ട് എത്ര വോൾട്ടേജ് ഉണ്ടെന്ന് വെച്ചാൽ ആ ഇൻസ്റ്റൻറ്റിൽ തന്നെ അത് എത്ര വോൾട്ടേജ് ഉണ്ടെന്ന് വെച്ചാൽ ഈ പോയിൻ്റർ ഇവിടുന്ന് മൂവ് ചെയ്ത് ആ ഒരു പൊസിഷനിലോട്ട് വന്ന് ഇങ്ങനെ അങ്ങ് റീഡിങ് കാണിക്കും. സപ്ലൈ ഓഫാക്കി കഴിഞ്ഞാൽ അത് ഉടനെ തന്നെ സഡനായിട്ട് തിരിച്ചു വന്ന് സീറോയിലോട്ട് ആ പോയിൻ്റർ റിട്ടേൺ ആയി സീറോ പൊസിഷനിലോട്ട് തിരിച്ചു വരും. ഇതാണ് ഒരു ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ്. അപ്പോൾ ഈ ഒരു പോയിൻ്റർ എങ്ങനെ മൂവ് ചെയ്യുന്നു, ഏത് പൊസിഷനിലോട്ട് എത്തുന്നു, തിരിച്ചെങ്ങനെ വരുന്നു, അപ്പോൾ അതിൻ്റെയൊക്കെ വർക്കിംഗ് പ്രിൻസിപ്പിളാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. എസെൻഷ്യൽ റിക്വയർമെൻറ്റ്സ് ഓഫ് ആൻ ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ്. അപ്പോൾ ഒരു ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ് വർക്കാകാൻ വേണ്ടിയിട്ട് ബേസിക്കായിട്ടുള്ള 3 എസെൻഷ്യൽ റിക്വയർമെൻറ്റ്സ് ഉണ്ട്. There are 3 essential requirements. They are, first one is deflecting system, second one is controlling system, and the last one, third one, is damping system. അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിൽ ഈ 3 സിസ്റ്റമാണ് മെയിനായിട്ട് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഡിഫ്ലക്റ്റിംഗ് സിസ്റ്റമാണ് ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യും. അതുപോലെ തന്നെ കൺട്രോളിംഗ് സിസ്റ്റമാണ് കൺട്രോളിംഗ് ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഡാമ്പിംഗ് സിസ്റ്റമാണ് ഡാമ്പിംഗ് ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് നോട്ട്സ് ഒന്ന് നോക്കാം. ഫോർ സാറ്റിസ്ഫാക്ടറി ഓപ്പറേഷൻ ഓഫ് ആൻ ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ് ഫോളോയിങ് സിസ്റ്റം മസ്റ്റ് ബി പ്രസൻറ്റ് ഇൻ ആൻ ഇൻസ്ട്രുമെൻറ്റ്. ഡിഫ്ലക്റ്റിംഗ് സിസ്റ്റം പ്രൊഡ്യൂസിങ് ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് TD. നമ്മൾ ഡിഫ്ലക്റ്റിംഗ് ടോർക്കിനെ TD ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട്. ഇത് D, അതിൻ്റെ ഈ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ കൺട്രോളിംഗ് സിസ്റ്റം പ്രൊഡ്യൂസിങ് കൺട്രോളിംഗ് ടോർക്ക് TC. ഈ C കൺട്രോളിംഗ് ടോർക്കിൻ്റെ. ഡാമ്പിംഗ് സിസ്റ്റം പ്രൊഡ്യൂസിങ് ഡാമ്പിംഗ് ടോർക്ക്. ഇനി നമുക്ക് ഡിഫ്ലക്റ്റിംഗ് സിസ്റ്റം എന്തുവാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഡിഫ്ലക്റ്റിംഗ് സിസ്റ്റം ഒരു ഡിഫ്ലക്റ്റിംഗ് ടോർക്കാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്.
ഓക്കെ, ഒരു ഡിഫ്ലക്റ്റിംഗ് ടോർക്കാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതിനെ വേറൊരു പേരൂടെ വിളിക്കാറുണ്ട്, ഓപ്പറേറ്റിംഗ് ടോർക്ക് എന്നും പറയാറുണ്ട്. ഇതിലെന്തോ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ സപ്പോസ് ഇതൊരു അമ്മീറ്ററാണ്, ഇതൊരു സർക്യൂട്ടിൽ കണക്ട് ചെയ്തിട്ട് കറണ്ട് മെഷർ ചെയ്യുകയെന്ന് വെച്ചോ. അപ്പോൾ ആ സർക്യൂട്ടിൽ എത്ര കറണ്ട് ഫ്ലോ ആകുന്നു അത് ആ ഇൻസ്റ്റൻറ്റിൽ തന്നെ കാണിക്കും. ഇപ്പോൾ സപ്പോസ് 8 ആമ്പിയർ അതിൽ കൂടെ ഫ്ലോ ആകുകയെന്ന് വെച്ചു. ഈ കാണിച്ചിരിക്കുന്ന പോയിൻ്റർ ഈ റെസ്റ്റ് പൊസിഷനിൽ നിന്ന് മൂവ് ചെയ്തിട്ട് ഇങ്ങനെ മൂവ് ചെയ്ത് ഈ ഒരു പൊസിഷനിലോട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ എന്തോ സംഭവിക്കുന്നത്, ഒരു മെക്കാനിക്കൽ ആക്ഷൻ അല്ലേ നടക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഏത് ക്വാണ്ടിറ്റി ആണോ മെഷർ ചെയ്യുന്നത്, ഇപ്പോൾ സപ്പോസ് നമ്മൾ കറണ്ട് മെഷർ ചെയ്യുന്നത്, ആ കറണ്ട് ഒരു മെക്കാനിക്കൽ ഫോഴ്സിനെ പ്രൊഡ്യൂസ് ചെയ്യും. ആ ഒരു മെക്കാനിക്കൽ ഫോഴ്സ് കാരണം ഈ ഒരു കാണിച്ചിരിക്കുന്ന പോയിൻ്റർ മുകളിലോട്ട് മൂവ് ചെയ്യും. ഈ ഒരു കേസിൽ കറണ്ടാണ് മെഷർ ചെയ്യുന്നത്. ഇപ്പോൾ വോൾട്ടേജ് മെഷർ ചെയ്യുകയാണെങ്കിൽ വോൾട്ടേജ് കാരണം ഒരു മൂവ്മെൻ്റ് ഉണ്ടാകും, ഈ ഒരു പോയിൻ്ററിന് മൂവ്മെൻ്റ് ഉണ്ടാകും. ഇതിൽ നമ്മൾ ഈ ഒരു ഉണ്ടാകുന്ന മെക്കാനിക്കൽ ഫോഴ്സ് അല്ലെങ്കിൽ ടോർക്ക് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ക്വാണ്ടിറ്റി ടു ബി മെഷേർഡ്. നമ്മൾ ഏത് ക്വാണ്ടിറ്റിയാണോ മെഷർ ചെയ്യുന്നത് അതിൻ്റെ പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഇപ്പോൾ നമ്മൾ കറണ്ട് മെഷർ ചെയ്യുകയാണെങ്കിൽ അതിൽ ഡെവലപ്പ് ആകുന്ന ടോർക്ക് ആ കറണ്ടിൻ്റെ പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഇപ്പോൾ നമുക്കിതിനെ എങ്ങനെ പറയാം, ദ സിസ്റ്റം വിച്ച് പ്രൊഡ്യൂസസ് എ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ഇസ് കോൾഡ് ആസ് ഡിഫ്ലക്റ്റിംഗ് സിസ്റ്റം. ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന സിസ്റ്റത്തിന് നമ്മൾ ഡിഫ്ലക്റ്റിംഗ് സിസ്റ്റം എന്ന് പറയും. ഈ ഒരു ഡിഫ്ലക്റ്റിംഗ് സിസ്റ്റം മെക്കാനിക്കൽ ഫോഴ്സ് അല്ലെങ്കിൽ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ഡെവലപ്പ് ചെയ്യാൻ പല മെത്തേഡ്സ് ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒരു മെത്തേഡായിരിക്കും ഡിഫ്ലക്റ്റിംഗ് സിസ്റ്റം യൂസ് ചെയ്തിട്ട് ആ ഒരു പോയിൻ്ററിനെ മൂവ് ചെയ്യുന്നത്. അപ്പോൾ അത് ഇപ്പോൾ മാഗ്നറ്റിക് എഫക്റ്റ് ആകാം, അതുപോലെ തന്നെ തെർമൽ എഫക്റ്റ് ആകാം, അല്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് എഫക്റ്റ് ആകാം, ഇൻഡക്ഷൻ എഫക്റ്റ് ആകാം, ഹോൾ എഫക്റ്റ് ആകാം. ഇതിൽ ഏതെങ്കിലും ഒരു എഫക്റ്റ് യൂസ് ചെയ്തിട്ടായിരിക്കും ഒരു ഡിഫ്ലക്റ്റിംഗ് സിസ്റ്റം ഈ ഒരു പോയിൻ്ററിനെ മൂവ് ചെയ്യുന്നത്, ഒരു മെക്കാനിക്കൽ ഫോഴ്സ് അല്ലെങ്കിൽ ടോർക്ക് ഡെവലപ്പ് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് ഒരു എക്സാമ്പിൾ നോക്കാം. സപ്പോസ് ഡിഫ്ലക്റ്റിംഗ് സിസ്റ്റം ഒരു മാഗ്നറ്റിക് എഫക്റ്റ് യൂസ് ചെയ്തിട്ട് ഒരു ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുകയെന്ന് വെച്ചോ. അതിലെങ്ങനെയായിരിക്കും എന്ന് ഞാൻ പറഞ്ഞുതരാം. ഒരു മാഗ്നറ്റിക് എഫക്റ്റ് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് PMMC, പെർമനൻറ്റ് മാഗ്നറ്റ് മൂവിങ് കോയിൽ ഇൻസ്ട്രുമെൻറ്റ്സ്, അതുപോലെ തന്നെ മൂവിങ് അയൺ ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്. ആ ഇൻസ്ട്രുമെൻ്റൊക്കെ ഈ മാഗ്നറ്റിക് എഫക്റ്റ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ സപ്പോസ് ഇവിടെ ഒരു നോർത്ത് പോൾ, ഇവിടെ ഒരു സൗത്ത് പോൾ എടുത്ത്, അപ്പോൾ ഇതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എങ്ങനെയായിരിക്കും, നോർത്ത് ടു സൗത്ത് ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മളൊരു കോയിൽ വെച്ചെന്ന് വെച്ചു, ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കോയിൽ വെച്ച്. അപ്പം നമ്മൾ മാഗ്നറ്റിസം പഠിക്കും വെൻ എ കറന്റ് ക്യാരിങ് കണ്ടക്ടർ പ്ലേസ്ഡ് ഇൻ എ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ഇറ്റ് എക്സ്പീരിയൻസ് എ ഫോഴ്സ്. എന്നുവെച്ചാൽ ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ നമ്മളൊരു കറന്റ് ക്യാരിങ് കണ്ടക്ടർ പ്ലേസ് ചെയ്ത ഈ ഒരു കണ്ടക്ടറിൽ ഒരു ഫോഴ്സ് ഡെവലപ്പ് ചെയ്യും. അപ്പോൾ ആ പ്രിൻസിപ്പളാണ് ഈ PMMC ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ് ചെയ്യുന്നത്, പെർമനൻറ്റ് മാഗ്നറ്റ് മൂവിങ് കോയിൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന ഈ ഒരു പ്രിൻസിപ്പളാണ്. എന്നുവെച്ചാൽ ഇപ്പോൾ ഇതൊരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്, ഇതൊരു കറന്റ് ക്യാരിങ് കണ്ടക്ടർ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ വെച്ച്, ഇതിലായിരിക്കും നമ്മുടെ ഒരു മെക്കാനിക്കൽ സിസ്റ്റം അറ്റാച്ച് ആയിരിക്കുന്നത്. എന്നിട്ട് ഇവിടെ ഒരു പോയിൻ്റർ കാണും, അതുപോലെ തന്നെ ഇവിടെ ഒരു സ്കെയിൽ കാണും. അപ്പോൾ സപ്പോസ് നമ്മളിപ്പം കറണ്ട് മെഷർ ചെയ്യുകയാണെങ്കിൽ ആ കറണ്ട് ഈ ഒരു കോയിൽ വഴി ഇങ്ങനെ ഫ്ലോ ചെയ്യും. അപ്പോൾ ഈ കണ്ടക്ടറിൽ കൂടെ ഒരു കറണ്ട് ഫ്ലോ ആകുമ്പോൾ ഇതിലൊരു ഡിഫ്ലക്ഷൻ സംഭവിക്കും. ആ ഡിഫ്ലക്ഷൻ കാരണം നമ്മുടെ ഈ പോയിൻ്ററും ഡിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ അതായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മൾ ഏത് ക്വാണ്ടിറ്റീനെയാണോ മെഷർ ചെയ്യുന്നത് അതിൻ്റെ പ്രൊപ്പോർഷണൽ ആയിരിക്കും അതിൻ്റെ മെക്കാനിക്കൽ ഫോഴ്സ് അതിൽ ഡെവലപ്പ് ആകുന്നത്. ആ മെക്കാനിക്കൽ ഫോഴ്സ് ഈ പോയിൻ്ററിലോട്ട് കൺവേർട്ടായിട്ട് ഈ പോയിൻ്റർ ഈ കാലിബ്രേറ്റഡ് സ്കെയിലിൻ്റെ പുറത്ത് മൂവ് ചെയ്യും. അപ്പോൾ അതാ ഒരു എഫക്റ്റ്. അതുപോലെ തന്നെ തെർമൽ എഫക്റ്റ് ഉണ്ട്, തെർമൽ എഫക്റ്റ് യൂസ് ചെയ്തിട്ടും ചെയ്യാം. അതുപോലെ തന്നെ ഇൻഡക്ഷൻ എഫക്റ്റ് ഉണ്ട്. ഇൻഡക്ഷൻ എഫക്റ്റ് നമ്മൾ എനർജി മീറ്ററൊക്കെ പഠിക്കും. ഇൻഡക്ഷൻ എഫക്റ്റിൽ എങ്ങനെ പ്രൊമാഗ്നറ്റ്സ് കാണും, അതിൻ്റെ ഇടയ്ക്ക് ഒരു ഡിസ്ക് കാണും. ഇതൊരു നോൺ മാഗ്നറ്റിക് മെറ്റീരിയൽ ആയിരിക്കും. ഈ ഡിസ്ക് എന്ന് വെച്ചാൽ ഒരു നോൺ മാഗ്നറ്റിക് മെറ്റീരിയൽ ആയിരിക്കും. നോൺ മാഗ്നറ്റിക് മെറ്റീരിയൽ ഈ രണ്ട് ഇലക്ട്രോ മാഗ്നറ്റിൻ്റെ ഇടയ്ക്ക്
ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. എന്ന് വെച്ചാൽ രണ്ട് ഇപ്പോൾ ഈ മാഗ്നറ്റിക് ഫീൽഡും അതുപോലെ തന്നെ ഇതിലൊരു കറണ്ട് ഇൻഡ്യൂസ് ആകും. അപ്പോൾ ആ കറണ്ട് ഇൻഡ്യൂസ്ഡ് കറണ്ടും അതുപോലെ തന്നെ ഈ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇടയ്ക്ക് ഒരു ഫോഴ്സ് എക്സെർട്ട് ചെയ്യും. അങ്ങനെ ഈ നമ്മൾ കാണുന്ന ഡിസ്ക് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിലും ഇത് ഒരു ഇൻഡക്ഷൻ എഫക്റ്റാണ് ഈ ഒരു കേസിൽ യൂസ് ചെയ്യുന്നത്. ഡിഫ്ലക്റ്റിംഗ് സിസ്റ്റമിൻ്റെ വർക്കിംഗ് എല്ലാവർക്കും മനസ്സിലായി കാണും. നമുക്കിതിൻ്റെ നോട്ട്സ് ഒന്ന് നോക്കാം. ഷോർട്ട് നോട്ട്സ്. മെക്കാനിക്കൽ ഫോഴ്സ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ഇലക്ട്രിക് കറണ്ട്, വോൾട്ടേജ് ഓർ പവർ. ഇത് ഞാൻ പറഞ്ഞായിരുന്നു. മെക്കാനിക്കൽ ഫോഴ്സ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്മൾ ഏത് ക്വാണ്ടിറ്റി ആണോ മെഷർ ചെയ്യുന്നത് അതിൻ്റെ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതുപോലെ തന്നെ ഡിഫ്ലക്റ്റിംഗ് ഡിവൈസ് പ്രൊഡ്യൂസസ് എ ടോർക്ക് വിച്ച് ഈസ് കോസ്ഡ് ബൈ എനി വൺ ഓഫ് ദീസ് എഫക്ട്സ്: മാഗ്നറ്റിക് എഫക്ട്, തെർമൽ ഇഫക്റ്റ്, ഇലക്ട്രോസ്റ്റാറ്റിക് എഫക്റ്റ്, ഇൻഡക്ഷൻ ഇഫക്റ്റ്, ഹോൾ എഫക്റ്റ്. ഏതെങ്കിലും ഒരു എഫക്റ്റ് യൂസ് ചെയ്തിട്ടായിരിക്കും ഒരു ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ഡിഫ്ലക്ട്സ് ദ പോയിന്റർ ഫ്രം സീറോ പൊസിഷനിൽ നിന്ന് ഇത് മൂവ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതുവരെ എല്ലാവർക്കും മനസ്സിലായി കാണുമായിരിക്കും. ഇനി നമുക്ക് അടുത്തത് നോക്കാം. ഇനി നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്നത് കൺട്രോളിംഗ് സിസ്റ്റം. നേരത്തെ പറഞ്ഞ പോലെ കൺട്രോളിംഗ് സിസ്റ്റമിൻ്റെ ഫങ്ഷൻ എന്താ? വിച്ച് പ്രൊഡ്യൂസസ് എ കൺട്രോളിംഗ് ടോർക്ക്. ഓക്കെ, കൺട്രോളിംഗ് സിസ്റ്റം പ്രൊഡ്യൂസസ് എ കൺട്രോളിംഗ് ടോർക്ക്. റീസ്റ്റോറിംഗ് ടോർക്ക് എന്നും ഇതിനെ വിളിക്കാറുണ്ട്. കൺട്രോളിംഗ് ടോർക്കിനെ നമ്മൾ TC വെച്ചിട്ടാണ് റിപ്രസെൻറ്റ് ചെയ്യുന്നത്. C ഫോർ കൺട്രോളിംഗ് ടോർക്ക്. സപ്പോസ് ഒരു അമ്മീറ്റർ എടുത്ത് ഒരു സർക്യൂട്ടിൽ കണക്ട് ചെയ്ത് അപ്പോൾ അതിൻ്റെ കോയിൽ വഴി ഒരു കറണ്ട് പാസ് ചെയ്യും. ഇപ്പം സപ്പോസ് ഒരു PMMC ഇൻസ്ട്രുമെൻ്റ് ആണെന്ന് വെച്ചോ. PMMC ഇൻസ്ട്രുമെൻ്റ് ആണെങ്കിൽ അതിൻ്റെ കോയിൽ വഴി ഒരു കറണ്ട് പാസ് ചെയ്യും. ആ കറണ്ട് പാസ് ചെയ്യുമ്പോൾ ആ ഒരു കോയിലിൽ ഒരു ഡിഫ്ലക്ഷൻ സംഭവിക്കും. അപ്പോൾ ഇതൊരു ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യും. ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്താൽ എന്ത് സംഭവിക്കും? ഈ ഒരു പോയിൻ്റർ ഇവിടുന്ന് മൂവ് ചെയ്യാൻ തുടങ്ങും. സപ്പോസ് നമ്മൾ ആ ഒരു ഇൻസ്ട്രുമെൻറ്റിൽ ഒരു കൺട്രോളിംഗ് സിസ്റ്റം നമ്മൾ കൊടുത്തിട്ടില്ലെന്ന് വെച്ചു. കൊടുത്തിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഇപ്പം സപ്പോസ് 10 ആമ്പിയർ കറണ്ട് ഫ്ലോ ആകുവാണെങ്കിൽ ഈ പോയിൻ്റർ ഇവിടെ വന്ന് നിൽക്കണം. പക്ഷേ അത് നമ്മളിപ്പോൾ ഒരു കൺട്രോളിംഗ് സിസ്റ്റം കൊടുത്തിട്ടില്ലെങ്കിൽ ആ പോയിൻ്റർ മൂവ് ചെയ്ത് ഈ ഒരു പോയിന്റിൽ വന്ന് നിൽക്കത്തില്ല. ഈ 10 ആമ്പിയർ റീഡിങ് ഷോ ചെയ്യാതെ ഇതിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. കണ്ടിന്യൂസ് ആയിട്ട് മൂവ് ചെയ്ത് ഒരു ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ, ഈ ഒരു ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷനിലോട്ട് ഇത് മൂവ് ചെയ്തുകൊണ്ടിരിക്കും കണ്ടിന്യൂസ്. എന്ന് വെച്ചാൽ ഇൻഡെഫിനറ്റ് ആയിട്ട് ഇതങ്ങ് മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ഒരു കൺട്രോളിങ് ഇല്ലാത്തതുകൊണ്ട് ഈ ഒരു പോയിൻ്റർ ഇങ്ങനെ അങ്ങ് മൂവ് ചെയ്ത് ഒരു ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ എന്ന് വെച്ചാൽ ഇൻഡെഫിനറ്റ് റീഡിംഗ് ആയിരിക്കും കാണിക്കുന്നത്. കണ്ടിന്യൂസ് ഫുൾ ഡിഫ്ലക്ഷൻ കഴിഞ്ഞിട്ടും ആയിരിക്കും ചിലപ്പോൾ ആ ഒരു ഇൻസ്ട്രുമെൻറ്റിൻ്റെ ലാസ്റ്റ് പോയിന്റിൽ വരെ വന്ന് ഈ ഒരു പോയിൻ്റർ വന്ന് നിൽക്കും. അപ്പോൾ ഇതിൻ്റെ ആക്ച്വൽ വാല്യൂ കറക്റ്റ് ഇപ്പം 10 ആമ്പിയർ കറണ്ട് ഫ്ലോ ആകുന്നുണ്ടെങ്കിൽ 10 ആമ്പിയർ തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു പോയിൻ്ററിനെ കൊണ്ടുവന്നിട്ട് നമുക്ക് ഈ ഒരു പൊസിഷനിൽ വന്ന് നിർത്തണം. ഈ ഒരു പൊസിഷനിൽ വന്ന് റെസ്റ്റ് പൊസിഷൻ അല്ലെങ്കിൽ സ്റ്റോപ്പ് പൊസിഷൻ, ഈ ഒരു പൊസിഷനിൽ വന്ന് അത് സ്റ്റോപ്പ് ആകണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൺട്രോളിംഗ് സിസ്റ്റം യൂസ് ചെയ്യുന്നത്. എന്നുവെച്ചാൽ ഒരു ഓപ്പോസിറ്റ് ഫോഴ്സ് കൊടുക്കും. അപ്പോൾ അത് കൺട്രോളിംഗ് സിസ്റ്റം ഒരു കൺട്രോളിംഗ് ടോർക്കാണ് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കൺട്രോളിംഗ് ടോർക്ക് ഈ ഒരു ഡിഫ്ലക്റ്റിംഗ് ടോർക്കിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഓക്കെ, ഇതിപ്പം ഡിഫ്ലക്റ്റിംഗ് ടോർക്കാണെന്ന് വെച്ചാൽ TD, ഇത് കൺട്രോളിംഗ് ടോർക്ക്. ഇത് രണ്ടും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിരിക്കും. മനസ്സിലായോ? എന്നുവെച്ചാൽ ഇത് ഇവിടുന്ന് ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ഇത് ഇങ്ങനെ പോകുന്നു. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നമ്മൾ ഇത് ഇവിടുന്ന് എത്ര ഫോഴ്സ് ഉണ്ടോ ആ സെയിം ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നിന്ന് അപ്ലൈ ചെയ്യും. അപ്പോൾ എന്ത് സംഭവിക്കും? രണ്ട് ഫോഴ്സും ഈക്വൽ ആവും. TD ഈക്വൽ ടു TC. അതിൻ്റെ മീനിങ് ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ഈസ് ഈക്വൽസ് ടു കൺട്രോളിംഗ് ടോർക്ക്. അതായിരിക്കും ഒരു ഇക്വിലിബ്രിയം പൊസിഷൻ. ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ ഈ ഒരു പോയിൻ്റർ കറക്റ്റ് എക്സാക്റ്റ് വാല്യൂവിൽ വന്ന് റെസ്റ്റ് പൊസിഷനിൽ വന്ന് നിൽക്കത്തുള്ളൂ. അതിൻ്റെ ഇപ്പം 10 ആമ്പിയർ മെഷർ ചെയ്യാനാണെങ്കിൽ ആ കറക്റ്റ് 10 ആമ്പിയറിൽ വാല്യൂവിൽ വന്ന് നിൽക്കുന്ന ഈ രണ്ടും ഡിഫ്ലക്റ്റിംഗ് ടോർക്കും കൺട്രോളിംഗ് ടോർക്കും ഈക്വൽ ആകുന്ന കണ്ടീഷനിൽ മാത്രമേ ഇത് വന്ന് ആ പൊസിഷനിൽ നിൽക്കത്തുള്ളൂ. സോ ഒരു കൺട്രോളിംഗ് സിസ്റ്റമിൻ്റെ ഫങ്ഷൻ എന്തുവാ? പ്രൊഡ്യൂസസ് എ ഫോഴ്സ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ടു ദ ഡിഫ്ലക്റ്റിംഗ് ഫോഴ്സ്. ഓക്കെ, അതുകൂടാതെ തന്നെ സപ്പോസ് നമ്മളിപ്പോൾ ഒരു കൺട്രോളിംഗ് സിസ്റ്റം ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് വഴി ഈ ഒരു പോയിൻ്റർ ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷനിലോട്ട് വരും. പക്ഷേ
അത് അവിടുന്ന് തിരിച്ച് വരത്തില്ല, ഒരു കൺട്രോളിംഗ് സിസ്റ്റം അതിൽ പ്രൊവൈഡ് ചെയ്തിട്ടില്ലെങ്കിൽ. സോ ഇതിൻ്റെ വേറൊരു ഫങ്ഷൻ എന്തുവാ എന്ന് വെച്ചാൽ, ഇത് ഈ ഒരു പൊസിഷനിൽ നിന്ന് അതിനെ തിരിച്ച്, ഇപ്പോൾ ഏത് റീഡിംഗ് ആണോ നമ്മളിപ്പോൾ ഒരു സർക്യൂട്ടിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു 10 ആമ്പിയർ കാണിക്കുവാണെങ്കിൽ അതിനുശേഷം നമ്മളിപ്പോൾ സപ്പോസ് സപ്ലൈ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് തിരിച്ച് ഇനീഷ്യൽ പൊസിഷനിലോട്ട് വരണം. അപ്പോൾ അതിനെ ആ ഒരു പോയിൻ്ററിനെ തിരിച്ച് ഇനീഷ്യൽ പൊസിഷനിലോട്ടും കൊണ്ടുവരും. അപ്പോൾ ഇത് അതിൻ്റെ രണ്ടാമത്തെ ഫങ്ഷൻ. അപ്പോൾ അങ്ങനെ ഇതിൻ്റെ 2 മെയിൻ ഫങ്ഷനുണ്ട്. കൺട്രോളിംഗ് സിസ്റ്റമിൻ്റെ മെയിനായിട്ട് 2 ഫങ്ഷനുണ്ട്. ആദ്യത്തെ, ഇറ്റ് പ്രൊഡ്യൂസസ് എ ഫോഴ്സ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ടു ദ ഡിഫ്ലക്റ്റിംഗ് ഫോഴ്സ്. പിന്നെ രണ്ടാമത്തെ, ഇറ്റ് ബ്രിങ്സ് ദ മൂവിങ് സിസ്റ്റം ബാക്ക് ടു 0 പൊസിഷൻ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണും. ഇതിൻ്റെ നമുക്കിനി കുറച്ച് നോട്ട്സ് നോക്കാം. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെ എല്ലാം. ഇറ്റ് പ്രൊഡ്യൂസസ് എ ഫോഴ്സ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ടു ദ ഡിഫ്ലക്റ്റിംഗ് ഫോഴ്സ് ഇൻ ഓർഡർ ടു മേക്ക് ദ ഡിഫ്ലക്ഷൻ ഓഫ് ദ പോയിൻറ്റർ അറ്റ് എ ഡെഫിനിറ്റ് മാഗ്നിറ്റ്യൂഡ്. എന്ന് വെച്ചാൽ കറക്റ്റ് ആ ഒരു വാല്യൂവിൽ, ഏത് മാഗ്നിറ്റ്യൂഡാണോ ആ വാല്യൂവിൽ കൊണ്ടുവന്ന് അതിനെ നിർത്തുക. ഓക്കെ. ഇഫ് ദിസ് സിസ്റ്റം ഈസ് ആബ്സെൻറ്റ്, ദ പോയിൻറ്റർ വിൽ സ്വിങ് ബിയോണ്ട് ഇറ്റ്സ് ഫൈനൽ സ്റ്റഡി പൊസിഷൻ for the given magnitude and deflection will become indefinite. അപ്പോൾ അതും ഞാൻ പറഞ്ഞായിരുന്നു. ഇപ്പോൾ ഈ ഒരു സിസ്റ്റം ഇല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു പോയിൻ്റർ അങ്ങ് ഫൈനൽ പൊസിഷനിലോട്ട് അങ്ങ് ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷനിലോട്ട് അങ്ങ് മൂവ് ചെയ്യും. അതുപോലെ തന്നെ ഇനി അടുത്ത പോയിൻ്റ് നോക്കാം. ഇറ്റ് ബ്രിങ്സ് ദ മൂവിങ് സിസ്റ്റം ബാക്ക് ടു 0 പൊസിഷൻ വെൻ ദ ഫോഴ്സ് വിച്ച് കോസസ് ദ മൂവ്മെൻറ്റ് ഓഫ് ദ മൂവിങ് സിസ്റ്റം ഈസ് റിമൂവ്ഡ്. നമ്മൾ ആ സപ്ലൈ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് 0 പൊസിഷനിലോട്ട് കൊണ്ടുവരും. അതുപോലെ തന്നെ ഇറ്റ് വിൽ നെവർ കം ബാക്ക് ടു ഇറ്റ്സ് 0 പൊസിഷൻ ഇൻ ദ ആബ്സെൻസ് ഓഫ് കൺട്രോളിംഗ് സിസ്റ്റം. ഇതും പറഞ്ഞതാണ്. കൺട്രോളിംഗ് ടോർക്ക് ഈസ് ജനറലി പ്രൊവൈഡഡ് ബൈ സ്പ്രിങ്സ് ആൻഡ് സംടൈംസ് ഗ്രാവിറ്റി കൺട്രോൾ ഈസ് ഓൾസോ യൂസ്ഡ്. അപ്പോൾ ഇനി നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്നത് ഈ 2, നമുക്ക് ഈ കൺട്രോളിംഗ് ടോർക്ക് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ 2 മെത്തേഡ്സ് ഉണ്ട്. ഒന്ന് നമുക്ക് സ്പ്രിങ് വഴി പ്രൊവൈഡ് ചെയ്യാം, അതുപോലെ തന്നെ ഗ്രാവിറ്റി കൺട്രോൾ വെച്ചിട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്ന ഇത് 2. ഇനി അടുത്തത് നമുക്ക് ഗ്രാവിറ്റി കൺട്രോൾ നോക്കാം. ഗ്രാവിറ്റി കൺട്രോൾ, അപ്പോൾ ഇതിൻ്റെ ഒരു ഫിഗർ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി സിമ്പിൾ. അപ്പോൾ ഇത് ഗ്രാവിറ്റി കൺട്രോളിൻ്റെ ഒരു ഫിഗറാണ്. ഫിഗർ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ നല്ലപോലെ മനസ്സിലാക്കും. അതുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റ് അങ്ങ് ഒരു ഫിഗർ വെച്ചിട്ട് അങ്ങ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതതിൻ്റെ പോയിൻ്റർ, ഇത് ഡിഫ്ലക്ഷൻ എന്ന് വെച്ചാൽ ഈ ഒരു ഡയറക്ഷനിലോട്ടായിരിക്കും ഇത് മൂവ് ചെയ്യുന്നത്. തീറ്റ ആംഗിൾ ഡിഫ്ലക്ഷനാണ് കാണിച്ചേക്കുന്നത്. ഇത് സ്പിൻഡിൽ, അതുപോലെ തന്നെ ഇത് ബാലൻസ് വെയ്റ്റ്, ഇത് കൺട്രോൾ വെയ്റ്റ്. ഈ ഒരു പോയിൻ്റർ ഇവിടെ നിന്ന് ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ഈ ബാലൻസ് വെയ്റ്റും അതുപോലെ തന്നെ ഈ കൺട്രോൾ വെയ്റ്റും രണ്ടും ഇതിൻ്റെ കൂടെ ഈ ഒരു ഡയറക്ഷനിലോട്ട് മൂവ് ചെയ്യും. രണ്ടും ഒരുമിച്ചായിരിക്കും മൂവ് ചെയ്യുന്നത്. ഓക്കെ. അതിൻ്റെ ഓരോത്തിൻ്റെ ഫംഗ്ഷൻ ഞാൻ എടുത്ത് പറഞ്ഞു തരാം. ഈ ഒരു ബാലൻസ് വെയ്റ്റിൻ്റെ ഫംഗ്ഷൻ ഈ ഒരു പോയിൻ്ററിൻ്റെ വെയ്റ്റിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി കൗണ്ടർ ബാലൻസാണ്. അപ്പോൾ ഈ ഒരു പോയിൻ്ററിൻ്റെ വെയിറ്റ് കാണുമല്ലോ, ആ ഒരു പോയിൻ്ററിന് കൗണ്ടർ ബാലൻസാണ് ഈ ഒരു ബാലൻസ് വെയിറ്റ് കൊടുക്കുന്നത്. ഈ ഒരു പോയിൻ്റർ ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ, ഈ ഒരു ഡയറക്ഷനിൽ മൂവ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ഈ ഒരു ബാലൻസ് വെയിറ്റും മൂവ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഫംഗ്ഷൻ എന്തുവാ? ഈ ഒരു പോയിൻ്ററിൻ്റെ വെയിറ്റിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബാലൻസ് വെയിറ്റ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ കൺട്രോൾ വെയിറ്റിൻ്റെ ഫംഗ്ഷൻ ഒരു കൺട്രോളിംഗ് ടോർക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഗ്രാവിറ്റി കൺട്രോൾ ഇൻസ്ട്രുമെൻറ്റ്സ് നമ്മൾ വെർട്ടിക്കലി പ്ലേസ് ചെയ്യുന്നത്. ഈ ഒരു ബാലൻസ് വെയിറ്റ് ഇത് ഹൊറിസോണ്ടലായിട്ട് തന്നെ ഇരിക്കും. ഇത് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക. ഇതിൻ്റെ പൊസിഷൻ ഇങ്ങനെ തന്നെ ഹൊറിസോണ്ടലായിരിക്കും. ബാലൻസ് വെയിറ്റ് ഇങ്ങനെ ചെറിയൊരു വെയിറ്റ് ആയിരിക്കും അതിൽ കൊടുത്തേക്കുന്നത്. അതിങ്ങനെ ഹൊറിസോണ്ടൽ തന്നെ ആയിരിക്കും. പിന്നെ താഴോട്ട് ഒരു കൺട്രോൾ വെയിറ്റ് കാണും, അത് വെർട്ടിക്കലി ഡൗൺവേർഡ് ആയിരിക്കും. പിന്നെ ഇവിടുന്ന് ഒരു പോയിൻ്റർ കാണും. ഈ ഒരു പോയിൻ്റർ ആയിരിക്കും ഇവിടുത്തെ സ്കെയിലിൽ ഇങ്ങനെ മൂവ് ചെയ്യുന്നത്. പോയിൻ്റർ ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ഇത് രണ്ടും ഒരുമിച്ച് ഈ ഡയറക്ഷനിലോട്ട് മൂവ് ചെയ്യും. ഇത് വെർട്ടിക്കലി ഡൗൺവേർഡ് ഡയറക്ഷനിലായിരിക്കും. ഈ കാണിച്ചിരിക്കുന്നത് നമ്മുടെ ബാലൻസ് വെയിറ്റ് ഹൊറിസോണ്ടലായിരിക്കും. ഓക്കെ, ഇത് ബാലൻസ് വെയിറ്റ് ഹൊറിസോണ്ടലായിരിക്കും. ഇനി ഈ ഒരു ഫിഗർ വെച്ചിട്ട് കുറച്ചുകൂടെ ഡീപ്പായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അപ്പോൾ ഈ ഒരു ഫിഗർ നോക്കിക്കേ. ഇത് ഒരു കാലിബ്രേറ്റഡ് സ്കെയിൽ. ഇത് ഈ ഇൻസ്ട്രുമെൻറ്റിൻ്റെ പോയിൻ്റർ പി വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്തു.
ഇപ്പോൾ ഇത് ഇനീഷ്യൽ പൊസിഷനിൽ 0 പൊസിഷനിലാണ് നിൽക്കുന്നത്. ഇത് അതിൻ്റെ ബാലൻസ് വെയിറ്റാണ്, ഇത് അതിൻ്റെ കൺട്രോൾ വെയിറ്റ്. ഓക്കെ, കൺട്രോളിങ് ടോർക്ക് പ്രൊവൈഡ് ചെയ്യാൻ കൺട്രോൾ വെയിറ്റ്. സപ്പോസ് നമ്മളിപ്പോൾ ഒരു കറണ്ട് മെഷർ ചെയ്തെന്ന് വെച്ചു. കറണ്ട് മെഷർ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഒരു ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യും, TD. അത് ഈ പോയിൻ്ററിനെ ഇവിടുന്ന് മൂവ് ചെയ്യിപ്പിക്കും. മൂവ് ചെയ്ത് ആ പോയിൻ്റർ ഇതിൻ്റെ ഈ ഒരു പൊസിഷനിലോട്ട് വരും, ഫൈനൽ പൊസിഷനിലോട്ട്. ഈ ഒരു ഫൈനൽ പൊസിഷനിലോട്ട് എത്തും. ആ സമയത്ത് നോക്കിക്കേ, അതിൻ്റെ ബാലൻസ് വെയിറ്റ് ഇവിടോട്ടെത്തി, ബാലൻസ് വെയിറ്റ് ഇവിടെ വന്ന്, അതുപോലെ തന്നെ കൺട്രോൾ വെയിറ്റ് ഈ ഒരു പൊസിഷനിൽ വന്നു. ഓക്കെ, അതിനനുസരിച്ച് ഇപ്പം പോയിൻ്റർ മൂവ് ചെയ്തപ്പോൾ ഇത് രണ്ടും മൂവ് ചെയ്തല്ലോ, ബാലൻസ് വെയിറ്റും മൂവ് ചെയ്ത്, അതുപോലെ തന്നെ കൺട്രോൾ വെയിറ്റും അതിൻ്റെ പൊസിഷൻ മാറി ഈ ഒരു പുതിയൊരു പൊസിഷനിലോട്ടെത്തി. അപ്പോൾ ഈ ഒരു കേസിൽ എന്തോ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഇങ്ങനെ ഇത് മൂവ് ചെയ്യുമ്പം കൺട്രോൾ വെയിറ്റ് വഴി ഒരു ഒപ്പോസിറ്റ് ഫോഴ്സ് വരും. ഏത് ഫോഴ്സ് ആയിരിക്കും? കൺട്രോളിങ് ടോർക്ക്. ഓക്കെ, കൺട്രോളിങ് ടോർക്ക് ആയിരിക്കും ഇതിൻ്റെ ഈ ഡിഫ്ലക്റ്റിംഗ് ടോർക്കിൻ്റെ ഓപ്പോസിറ്റായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഫിഗർ നോക്കിക്കേ, ഇപ്പോൾ ആദ്യം പോയിൻ്റർ ഈ പൊസിഷൻ 1-ലായിരുന്നു, അവിടെ നിന്ന് അത് മൂവ് ചെയ്ത് ഒരു തീറ്റ ആംഗിളിൽ പൊസിഷൻ 2-ലെത്തി. 2-ലെത്തിയതിന് ശേഷം ഈ ഒരു പോയിന്റിൽ വെയിറ്റ് ഏത് ഡയറക്ഷനിലായിരിക്കും? വെയിറ്റ് എപ്പോഴും താഴെ. ഓക്കെ, വെയിറ്റ്. ഇതിനെ നമുക്ക് ഈ ഒരു കമ്പോണൻറ്റിനെ രണ്ടായിട്ട് റിസോൾവ് ചെയ്യാം. ഇതൊരു തീറ്റ ആംഗിൾ മേക്ക് ചെയ്യുന്നു. ഇതിനെന്ത് പറയാം? W കോസ് തീറ്റ. അതുപോലെ തന്നെ ഇതിൻ്റെ പെർപെൻഡിക്കുലർ ആയിട്ടൊരു കമ്പോണൻറ്റ് വരും, ഇതിന് W സൈൻ തീറ്റ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തുവാ സംഭവിക്കുന്നത്? ഇത് നമ്മുടെ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് കൊടുത്തിട്ട് ഈ പോയിൻ്ററിനെ ഇവിടെ വരെ മൂവ് ചെയ്തു. അതുപോലെ തന്നെ അതിൻ്റെ ഒപ്പോസിങ് ഒരു ടോർക്ക് വരുമല്ലോ, അത് ഏതായിരിക്കും? കൺട്രോളിങ് ടോർക്ക്. ഇത് രണ്ടും ഈക്വൽ ആകുന്ന ആ ഒരു പൊസിഷനിലായിരിക്കും ഈ പോയിൻ്റർ സ്റ്റോപ്പ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഈ ഒരു കൺട്രോളിങ് ടോർക്കായിരിക്കും ഒരു കൗണ്ടർ ബാലൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, കൺട്രോളിങ് ടോർക്ക് ഇവിടുന്നാണ് വരുന്നത്. ഓക്കെ, TC. അപ്പോൾ അതിൻ്റെ കൗണ്ടർ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതായിരിക്കും? W സൈൻ തീറ്റ ആയിരിക്കും. ഓക്കെ, ഇതിൽ നോക്കുമ്പോൾ ഡിഫ്ലക്റ്റിംഗ് ടോർക്കിൻ്റെ ഡയറക്ഷൻ ഇതും, കൺട്രോളിംഗ് ടോർക്കിൻ്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ്. അപ്പോൾ ആ ഒരു കൺട്രോളിംഗ് ടോർക്കിൻ്റെ ഡയറക്ഷൻ ഇതാ ഈ കാണിച്ചിരിക്കുന്നത്. ആ ഡയറക്ഷൻ ഏത് കമ്പോണൻ്റാണ് ഉള്ളത്? W സൈൻ തീറ്റ. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? ഈ ഒരു W സൈൻ തീറ്റ കമ്പോണൻറ്റ് കിട്ടുന്ന കൺട്രോൾ വെയിറ്റ് വഴിയായിരിക്കും. ഓക്കെ, ഇതാ കൺട്രോളിംഗ് ടോർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? TC, കൺട്രോളിംഗ് ടോർക്ക് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സൈൻ തീറ്റ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡിഫ്ലക്ഷൻ, കൺട്രോളിംഗ് ടോർക്കിൻ്റെ ഡിഫ്ലക്ഷൻ ഒരു സൈനിൻ്റെ ഫംഗ്ഷനാണ്. ഓക്കെ, ഒരു സൈനിൻ്റെ ഫംഗ്ഷൻ ആയതുകൊണ്ട് ഇങ്ങനത്തെ ഇൻസ്ട്രുമെൻറ്റിൻ്റെ കാലിബ്രേറ്റഡ് സ്കെയിൽ നോൺ യൂണിഫോം ആയിരിക്കും. ഓക്കെ, എന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ സ്കെയിൽ ഇപ്പം സ്റ്റാർട്ടിംഗ് പൊസിഷനിലൊക്കെ ക്രൗഡഡ് ആയിരിക്കും. അതുപോലെ തന്നെ ഫൈനൽ വാല്യൂയിലോട്ട് എത്തുമ്പോൾ കുറച്ച് ഡിസ്റ്റൻസ് കൂടി വരും. എന്നുവെച്ചാൽ എക്സാക്റ്റ് വാല്യൂ നമുക്ക് കിട്ടാൻ ഇതിൽ ബുദ്ധിമുട്ടാണ്. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ കുറച്ച് നോട്ട്സ് നോക്കാം. ദിസ് ടൈപ്പ് ഓഫ് കൺട്രോൾ കൺസിസ്റ്റ് ഓഫ് എ സ്മോൾ വെയിറ്റ് അറ്റാച്ച്ഡ് ടു ദ മൂവിങ് സിസ്റ്റം ഹൂസ് പൊസിഷൻ ഈസ് അഡ്ജസ്റ്റബിൾ. ഈ ടേംസ് ഒക്കെ ഓൾറെഡി ഞാൻ ഡിസ്കസ് ചെയ്തതാണ്, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വായിച്ചു വിടുന്നേ ഉള്ളൂ. ദിസ് വെയിറ്റ് പ്രൊഡ്യൂസസ് എ കൺട്രോളിംഗ് ടോർക്ക്. നമ്മൾ വെച്ചിരിക്കുന്ന വെയിറ്റ് ഒരു കൺട്രോളിംഗ് ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യും ഡ്യൂ ടു ഗ്രാവിറ്റി കാരണമായിരിക്കും ആ ഒരു കൺട്രോളിംഗ് ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ദിസ് വെയിറ്റ് ഈസ് ഓൾസോ കോൾഡ് കൺട്രോൾ വെയിറ്റ്. അറ്റ് ദ 0 പൊസിഷൻ ഓഫ് ദ പോയിന്റർ ദ കൺട്രോളിംഗ് ടോർക്ക് ഈസ് 0. എന്നുവെച്ചാൽ 0 പൊസിഷനിലിരിക്കുമ്പോൾ കൺട്രോളിംഗ് ടോർക്ക് എന്തായാലും 0 ആയിരിക്കുമല്ലോ. ഇഫ് സിസ്റ്റം ഡിഫ്ലെക്ട്സ് ദ വെയിറ്റ് പൊസിഷൻ ഓൾസോ ചേഞ്ചസ്. വെയിറ്റിൻ്റെ ഞാൻ പറഞ്ഞാൽ രണ്ട് വെയിറ്റും അതിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യും. ദ കൺട്രോൾ വെയിറ്റ് ആക്ട്സ് അറ്റ് എ ഡിസ്റ്റൻസ് L ഫ്രം ദ സെൻറ്റർ. ഇത് ഞാൻ പറഞ്ഞു തരാം ഡിസ്റ്റൻസ് L എന്തോ ഉദ്ദേശിച്ചിരിക്കുന്നത്. ദ കമ്പോണൻറ്റ് W sin theta of this weight tries to restore the pointer back to 0 position. This is nothing but the controlling torque. ഓക്കെ, 0 പൊസിഷനിലോട്ട് കൊണ്ടുവരുന്നതും നമ്മുടെ കൺട്രോളിംഗ് ടോർക്ക്. പിന്നെ ഈ പറഞ്ഞിരിക്കുന്ന കൺട്രോൾ വെയിറ്റ് ആക്ട്സ് അറ്റ് എ ഡിസ്റ്റൻസ് L ഫ്രം ദ സെൻറ്റർ. എന്ന് പറയുമ്പോൾ ഈ ഒരു ഫിഗർ നോക്കിക്കേ, ഇവിടെ ഈ ഒരു പൊസിഷനിൽ നിന്ന് ഇത്രയും ഒരു ഡിസ്റ്റൻസ്, ഈ പൊസിഷൻ 2 കാണിച്ചിരിക്കുന്നത്, ഈ ഒരു ഡിസ്റ്റൻസ് L, ഈ ഒരു ഡിസ്റ്റൻസിലായിരിക്കും, ഇത്രയും ദൂരെ ആയിരിക്കും ഒരു കൺട്രോളിംഗ് വെയിറ്റ് അപ്ലൈ ആവുന്നത്. പിന്നെ ഇതിൻ്റെ വേറൊരു ഇക്വേഷൻ കൂടെ ഉണ്ട്, അത് വേണമെങ്കിൽ എഴുതിയെടുത്തോ. കൺട്രോളിംഗ് ടോർക്ക് ഇസ് ഈക്വൽസ് ടു ടോർക്ക് എന്തോ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് അല്ലയോ. അപ്പോൾ ഇതിനെ എങ്ങനെ എഴുതാം? W സൈൻ തീറ്റ
ഇൻറ്റു എൽ. നമുക്കിതിനെ കെ ഇൻറ്റു സൈൻ തീറ്റ എന്ന് എഴുതാം. ടി സി ഈക്വേഷൻ ഒന്നും അങ്ങനെ എക്സാമിന് ചോദിക്കാറില്ല, ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്യാം. കെ ഈക്വൽ ടു ഡബ്ല്യു ഇൻറ്റു എൽ. ഇതിനെ നമ്മൾ ഗ്രാവിറ്റി കോൺസ്റ്റൻ്റ് എന്നും പറയാറുണ്ട്. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും നോക്കാം. ഇറ്റ്സ് പെർഫോമൻസ് ഈസ് നോട്ട് ടൈം ഡിപ്പെൻഡൻറ്റ്. ഇറ്റ് ഈസ് സിമ്പിൾ ആൻഡ് ചീപ്പ്. ദ കൺട്രോളിംഗ് ടോർക്ക് ക്യാൻ ബി വേരിഡ് ബൈ അഡ്ജസ്റ്റിംഗ് ദ പൊസിഷൻ ഓഫ് കൺട്രോൾ വെയ്റ്റ്. അതിലൊരു കൺട്രോൾ വെയ്റ്റ് കൊടുത്തിട്ടുണ്ട്, അതിനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്കതിൻ്റെ കൺട്രോളിംഗ് ടോർക്കിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇറ്റ്സ് പെർഫോമൻസ് ഈസ് നോട്ട് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻറ്റ്. ടെമ്പറേച്ചർ ഡിപ്പെൻഡൻ്റ് അല്ല. ഓക്കെ, ഡിസഡ്വാൻറ്റേജ് നോക്കാം. ദ സ്കെയിൽ ഈസ് നോൺ യൂണിഫോം. ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു, കൺട്രോളിംഗ് ടോർക്ക് ഒരു സൈൻ ഫംഗ്ഷൻ, അപ്പോൾ നമുക്ക് അതിൻ്റെ സ്കെയിൽ കറക്റ്റ് യൂണിഫോം ആയിട്ട് കിട്ടത്തില്ല. കോസിങ് പ്രോബ്ലംസ് ടു റെക്കോർഡ് ദ അക്യുറേറ്റ് റീഡിംഗ്. ഓക്കെ, ദ സിസ്റ്റം മസ്റ്റ് ബി യൂസ്ഡ് ഇൻ വെർട്ടിക്കൽ പൊസിഷൻ. ഞാൻ പറഞ്ഞായിരുന്നു വെർട്ടിക്കൽ പൊസിഷനിലാണ് യൂസ് ചെയ്യുന്നത്. വെർട്ടിക്കൽ പൊസിഷൻ യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിനെ പ്രോപ്പർലി ലെവൽ ചെയ്ത് മാത്രമേ വെക്കാൻ പറ്റത്തുള്ളൂ. ആൻഡ് മസ്റ്റ് ബി പ്രോപ്പർലി ലെവൽഡ്. ആസ് delicate and proper leveling is required. In general, it is not used for indicating instruments and portable instruments. ഇതൊക്കെ എല്ലാവർക്കും മനസ്സിലായി കാണും. ഇനി നമുക്ക് അടുത്തത് നോക്കാം. അടുത്തതാണ് സ്പ്രിംഗ് കൺട്രോൾ. ഇത് നമുക്ക് ഇതിൻ്റെ ഒരു ഫിഗർ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഫിഗർ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ നല്ലപോലെ മനസ്സിലാകും. അപ്പോൾ ഇതിൻ്റെ ഫിഗർ നോക്കുമ്പോൾ ഇതിൽ കാണാം 2 സ്പ്രിംഗ് ഉണ്ട്. സ്പ്രിംഗ് എ, സ്പ്രിംഗ് ബി. സ്പ്രിങ്ങിൽ ഇതിൻ്റെ ഒരു എൻഡ് നമ്മൾ ഈ ഒരു സ്പിൻഡിലിൽ ഫിക്സ് ചെയ്ത് വെച്ചേക്കും. ഈ ഒരു കാണിച്ചിരിക്കുന്ന ഈ ഒരു പോയിന്റ്, ഇതും അതുപോലെ തന്നെ ഇതും, ഇത് രണ്ടും ഈ ഒരു സ്പിൻഡിലിൽ നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചേക്കും. ഇതിൻ്റെ രണ്ടാമത്തെ എൻഡ് ഈ കാണിച്ചിരിക്കുന്ന, ഈ പുറത്ത് കാണിച്ചിരിക്കുന്ന ഈ 2 എൻഡും ഇൻസ്ട്രുമെൻറ്റിൻ്റെ ബോഡിയിൽ ഫിക്സ് ചെയ്തങ്ങ് വെക്കും. ഓക്കെ, അതുപോലെ തന്നെ ഇതിപ്പം ഇതിൻ്റെ രണ്ട് സ്പ്രിങ്ങും 2 ഡയറക്ഷനിലായിരിക്കും നമ്മൾ ഇതിനെ കോയിൽ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഒരു ഡയറക്ഷനിൽ ഇങ്ങനെ കോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത നമ്മൾ കോയിൽ ചെയ്യുന്നത് തിരിച്ച് വേറെ റിവേഴ്സ് ഡയറക്ഷനിലായിരിക്കും. 2 ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും കോയിൽ ചെയ്ത് വെച്ചേക്കുന്നത്. നമ്മളിങ്ങനെ ഒരു കോയിൽ ഒരു ഡയറക്ഷനിലും അടുത്ത കോയിൽ വേറൊരു ഡയറക്ഷനിലും 2 റിവേഴ്സ് ഡയറക്ഷനിൽ കോയിൽ ചെയ്ത് വെക്കാൻ കാരണം എന്തുവാ? അതിൻ്റെ കാരണം ചോദിച്ചാൽ ടു കോമ്പൻസേറ്റ് ടെമ്പറേച്ചർ ചേഞ്ചസ്. ടെമ്പറേച്ചർ ചേഞ്ചസിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിനെ 2 ഡയറക്ഷനിലോട്ട് കോയിൽ ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്പ്രിംഗ് കൺട്രോൾ വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഒരു കൺട്രോളിംഗ് ടോർക്ക് കിട്ടുന്നത്? കൺട്രോളിംഗ് ടോർക്ക് കിട്ടാൻ സപ്പോസ് ഈ ഒരു പോയിൻ്റർ ഇങ്ങനെ മൂവ് ചെയ്യും. ഈ പോയിൻ്റർ മൂവ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഈ 2 കോയിൽ ട്വിസ്റ്റ് ചെയ്യും. ഈ 2 കോയിൽ ട്വിസ്റ്റ് ചെയ്യുമ്പോൾ ഇതിൽ ഒരു റീസ്റ്റോറിംഗ് ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ഒരു റിസൾട്ടൻ്റ് ആയിട്ട് റീസ്റ്റോറിംഗ് ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യും. സോ ഈ ഒരു റീസ്റ്റോറിംഗ് ടോർക്ക് ഏതിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും? ദ റീസ്റ്റോറിംഗ് ടോർക്ക് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ആംഗുലാർ ഡിഫ്ലക്ഷൻ ഓഫ് ദ പോയിൻ്റർ. ഓക്കെ, ഒരു പോയിൻ്റർ മൂവ് ചെയ്യുമ്പോൾ ഒരു ആംഗിൾ മേക്ക് ചെയ്യുമല്ലോ, ആ ഒരു ആംഗിളുടെ പ്രൊപ്പോർഷണൽ ആയിരിക്കും നമ്മുടെ കൺട്രോളിംഗ് ടോർക്ക്. ഓക്കെ, അപ്പോൾ നമുക്കതിനെ എങ്ങനെ എഴുതാം? കൺട്രോളിംഗ് ടോർക്ക് ടി സി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു തീറ്റ. അപ്പോൾ സപ്പോസ് കറൻറ്റ് മെഷർ ചെയ്യുക, ഒരു ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ഒരു കറൻറ്റ് കാരണം ഉണ്ടാകുകയാണെങ്കിൽ ടി ഡി ഡിഫ്ലക്റ്റിംഗ് ടോർക്ക്, അപ്പോൾ അത് കറൻറ്റിൻ്റെ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അറ്റ് ഇക്വിലിബ്രിയം പൊസിഷനിൽ എങ്ങനെ ആയിരിക്കും? ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ഈസ് ഈക്വൽസ് ടു കൺട്രോളിംഗ് ടോർക്ക് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇത് രണ്ടിനെ ഇക്വേറ്റ് ചെയ്തിട്ട് എങ്ങനെ പറയാം? കറൻറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു തീറ്റ. ഓക്കെ, അപ്പം ഫൈനലി ഇതിൻ്റെ വർക്കിംഗ് ഒന്നുകൂടെ പറയാം. അപ്പോൾ സപ്പോസ് ഈ ഒരു ഇൻസ്ട്രുമെൻ്റ് എടുത്ത്, സ്പ്രിംഗ് കൺട്രോൾ ഇൻസ്ട്രുമെൻ്റ് എടുത്ത് നമ്മളൊരു സർക്യൂട്ടിൽ കണക്ട് ചെയ്ത് ഇപ്പം കറൻറ്റ് മെഷർ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ആദ്യം എന്ത് സംഭവിക്കും? ഒരു ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യും. ഈ ഒരു പോയിൻ്ററിനെ മൂവ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരു കോയിൽ 2 റിവേഴ്സ് ഡയറക്ഷനിലാണ് നമ്മൾ കോയിൽ ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ ഒരു സ്പ്രിങ് വൈൻഡിങ് ചെയ്യുകയാണെങ്കിൽ, ഒരു ഡയറക്ഷനിൽ വൈൻഡിങ് ചെയ്യുകയാണെങ്കിൽ അടുത്ത സ്പ്രിങ് അൺവൈൻഡ് ആയിരിക്കും ചെയ്യുന്നത്. ഓപ്പണായി ഒരെണ്ണം ഇങ്ങനെ ക്ലോസ് ആയി അടുത്തോട്ട് ഇങ്ങനെ വരുമ്പോൾ മറ്റേത് ഇങ്ങനെ ഓപ്പണായി വരും. അപ്പോൾ അത് കാരണം ഒരു കൺട്രോളിംഗ് ടോർക്ക്, ഇതിൻ്റെ നെറ്റ് ഒരു റിസൾട്ടൻ്റ് ആയിട്ട് ഒരു കൺട്രോളിംഗ് ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യും. ആ ഒരു കൺട്രോളിംഗ് ടോർക്ക് ഏത് ഇൻസ്റ്റൻറ്റിലാണ് നമ്മുടെ ഡിഫ്ലക്റ്റിംഗ് ടോർക്കിൻ്റെ ഈക്വൽ ആകുന്നത്, ആ ഇൻസ്റ്റൻറ്റിൽ ഈ പോയിൻ്റർ റെസ്റ്റ് പൊസിഷനിൽ നിൽക്കും. സപ്പോസ് ഇപ്പം കറൻറ്റിൻ്റെ വാല്യൂ കൂടി പോവുക എന്ന് വെച്ചാൽ ഇപ്പം റീഡിങ് നമ്മുടെ ഇതിൻ്റെ പോയിൻ്റർ ഇങ്ങനെ മൂവ് ചെയ്ത് പോകുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ഒരു സ്പ്രിങ്ങിൻ്റെ, ഈ 2 സ്പ്രിങ്ങിൻ്റെ ട്വിസ്റ്റ് കൂടി വരും. ട്വിസ്റ്റ് കൂടി വരുമ്പോൾ എന്തുവാ സംഭവിക്കുന്നത്? അതിൻ്റെ കൺട്രോളിംഗ് ടോർക്കും കൂടി വരും. ഓക്കെ,
ഇനി നമ്മൾ സപ്ലൈ ഓഫ് ചെയ്തപ്പോൾ എന്ത് സംഭവിക്കും? ഈ രണ്ട് സ്പ്രിങ്ങിൻ്റെ ഒരു ഫോഴ്സ്, അതിലൊരു ഫോഴ്സ് ഡെവലപ്പ് ചെയ്യുമല്ലോ. ഈ രണ്ട് സ്പ്രിങ്ങിൻ്റെ ഫോഴ്സ് കാരണം ഈ ഒരു പോയിൻ്റർ തിരിച്ച് ഇനീഷ്യൽ പൊസിഷനിലോട്ട് തിരിച്ചു വരും. ഓക്കെ, സ്പ്രിങ് കൺട്രോൾ ആണ് മോസ്റ്റ്ലി എല്ലാ ഇൻസ്ട്രുമെൻറ്റിലും യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ സ്കെയിൽ യൂണിഫോം സ്കെയിൽ ആയിരിക്കും. ഇനി നമുക്കിതിൻ്റെ കുറച്ച് പോയിൻറ്റ്സ് നോക്കാം. 2 hair springs are attached to the moving system which exerts controlling torque. 2 ഹെയർ സ്പ്രിങ് മൂവിങ് സിസ്റ്റത്തിൽ അറ്റാച്ച്ഡ് ആയിരിക്കും. ഈ പോയിന്റ്സ് ഒക്കെ നേരത്തെ പറഞ്ഞതാണ്. ടു എംപ്ലോയ് സ്പ്രിങ് കൺട്രോൾ ടു ആൻ ഇൻസ്ട്രുമെൻറ്റ് ഫോളോയിങ് റിക്വയർമെൻറ്റ്സ് ആർ എസെൻഷ്യൽ. സ്പ്രിങ് കൺട്രോൾ ഒരു ഇൻസ്ട്രുമെൻറ്റിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ എസെൻഷ്യൽ ആയിട്ടുള്ള റിക്വയർമെൻറ്റ് എഴുതിയിരിക്കുന്നത്. ദ സ്പ്രിങ് ഷുഡ് ബി നോൺ മാഗ്നറ്റിക്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആയത് എക്സാമിനൊക്കെ ചിലപ്പോഴൊക്കെ എടുത്ത് ചോദിക്കാറുണ്ട്. ദ സ്പ്രിങ് ഷുഡ് ബി ഫ്രീ ഫ്രം മെക്കാനിക്കൽ സ്ട്രെസ്. The spring should have a small resistance, sufficient cross-sectional area. It should have low resistance temperature coefficient. അപ്പോൾ ഈ 4 പോയിൻ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. ഫോർ മോസ്റ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ്സ് ഫോസ്ഫർ ബ്രോൺസ് സ്പൈറൽ സ്പ്രിങ് ആർ പ്രൊവൈഡഡ്. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. മിക്ക എക്സാമിനും ഇതിൻ്റെ മെയിൻ ഒരു ചോദ്യം, ഒരു സ്പ്രിങ് കൺട്രോളിൽ നിന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഒരു ചോദ്യം എല്ലാ എക്സാമിനും ചോദിക്കുന്നത്. സ്പ്രിങ് ഏത് മെറ്റീരിയൽ വെച്ചാണ് ഉണ്ടാക്കിയേക്കുന്നത്, അത് സ്ഥിരം എല്ലാ എക്സാമിനും ചോദിക്കാറുണ്ട്. ഇതൊന്ന് നോട്ട് ചെയ്തേക്കണം. അതുപോലെ തന്നെ ദ കൺട്രോളിംഗ് ടോർക്ക് പ്രൊവൈഡഡ് ബൈ ദ ഇൻസ്ട്രുമെൻറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ആംഗുലർ ഡിഫ്ലക്ഷൻ ഓഫ് ദ പോയിൻ്റർ. ദ ഡിഫ്ലക്ഷൻ ഈസ് പ്രൊപ്പോർഷണൽ ടു കറൻറ്റ്. ഹെൻസ് ദ സ്കെയിൽ ഓഫ് ഇൻസ്ട്രുമെൻറ്റ് യൂസിങ് സ്പ്രിങ് കൺട്രോൾ ഈസ് യൂണിഫോം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിഫ്ലക്റ്റിംഗ് സിസ്റ്റം അതുപോലെ തന്നെ കൺട്രോളിംഗ് സിസ്റ്റം ഡിസ്കസ് ചെയ്തു. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഡാമ്പിംഗ് സിസ്റ്റം. അപ്പോൾ അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. താങ്ക് യു. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം.